സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ അടൂർ പ്രകാശ് 1 കുഞ്ഞാലിക്കുട്ടി 2 സന്തോഷ് മാധവൻ പ്രതികളാക്കി വിജിലൻസ് എഫ്ഐആറിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പ്രതികൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി ഗൂഢാലോചന നടത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് എഫ്ഐആറിന്റെ പൂർണ്ണരൂപം? സോമി, ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിജിലൻസിന്റെ പ്രത്യേക വിഭാഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 മുൻ മന്ത്രിമാരും അതോടൊപ്പം തന്നെ 3-ാം പ്രതിയായി സന്തോഷ് മാധവനും 4-ാം പ്രതിയായി BM ജയശങ്കറിനെയും ഉൾപ്പെടുത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് 1-ാം പ്രതിയായ മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശും 2-ാം പ്രതിയായ മുൻ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അടൂർ പ്രകാശ് ആകട്ടെ തന്റെ മന്ത്രിസ്ഥാനത്തെ പോലും വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇരുവരുമായി ചേർന്നുകൊണ്ട് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിനു പുറമെ 3-ാം പ്രതിയെയും 4-ാം പ്രതിയെയും സഹായിക്കുന്നതിന് വേണ്ടി ക്രിമിനൽ ഗൂഢാലോചന വരെ നടത്തിയിരിക്കുന്നതായും എഫ്ഐആറിൽ പറയുന്നു. അതോടൊപ്പം തന്നെ 3-ഉം 4-ഉം പ്രതികൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്യുന്ന നടപടികൾ തന്നെയാണ് മുൻ മന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്നത്. അനധികൃതമായി പണമുണ്ടാക്കുവാൻ വേണ്ടി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതായും എഫ്ഐആറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂപരിധി നിയമത്തിൽ നിന്നും ഒഴിവാക്കി നൽകിയത് തന്നെ അധികാര ദുർവിനിയോഗമാണെന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം മുൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാരിന് വലിയ വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു. 120B, 409 എന്നീ വകുപ്പുകളും അതോടൊപ്പം തന്നെ 1988-ലെ അഴിമതി നിരോധന നിയമം അനുസരിച്ചുമാണ് ഈ 4 പ്രതികൾക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2015 ഫെബ്രുവരി 25-നാണ് ഈ വിവാദ തീരുമാനം എടുക്കുന്ന മന്ത്രിസഭാ യോഗം ചേർന്നിരിക്കുന്നത്. ഏതായാലും നേരത്തെ മുൻ സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് തന്നെ സർക്കാർ ഖജനാവിന് യാതൊരുവിധ നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി തന്നെയാണ് ഇപ്പോൾ എഫ്ഐആറിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അധികാര ദുർവിനിയോഗം നടന്നു എന്നുള്ളത് വ്യക്തമായി തന്നെ എഫ്ഐആറിൽ നിന്നും വായിച്ചെടുക്കാം. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന PTA ഹർജിയും തള്ളി. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ അംഗീകാരം. ജൂൺ 8-ന് സ്കൂൾ പൂട്ടണം. അധ്യയനം ആരംഭിച്ചെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്നും അടിയന്തരമായി സ്റ്റേ വേണമെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഉത്തരവ് ഉടൻ നടപ്പിലാക്കാനും നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് PC ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാൻ ആവശ്യത്തിലേറെ സമയം ലഭിച്ചിരുന്നുവെന്നും സർക്കാർ നേരത്തെ തന്നെ ബദൽ മാർഗം തേടേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. സ്കൂൾ പൂട്ടാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും മുൻ സർക്കാർ ഇതിനെ അനുകൂലിച്ചിരുന്നു. ഹൈക്കോടതി ഇതിന് അംഗീകാരവും നൽകി. ഇതേ തുടർന്ന് മാറിവന്ന LDF സർക്കാരും സ്കൂളിലെ അധ്യാപക രക്ഷിതാക്കളും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ഇനി മലാപ്പറമ്പ് സ്കൂൾ പ്രദേശത്ത് ചിറകു വിടർത്താം. 75-ൽ പരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഭാവി ഇരുട്ടിലേക്കും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീം കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യും. മറ്റ് സ്കൂളുകളിൽ സമാന സാഹചര്യം ഉണ്ടാകുന്നത് തടയാൻ നിയമ ഭേദഗതി നടത്തുന്നത് പരിഗണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്കൂൾ അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് KSDA സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയുടെ വിധി മാനിക്കുകയാണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അത് കിട്ടിയ ശേഷം എന്ത് നടപടിയെടുക്കണമെന്ന് കൂടിയാലോചനയോടെ തീരുമാനിക്കും. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതി യോഗം ചേർന്നു. സമരം ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. വിശദാംശങ്ങളുമായി മലാപ്പറമ്പ് സ്കൂളിൽ നിന്നും PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, എന്തൊക്കെയാണ് ഇന്ന് ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ? സ്വാമി, യോഗം ഇപ്പോഴും തുടരുകയാണ്. സമരവും പ്രതിഷേധവും ശക്തമാക്കാൻ തന്നെയാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ തീരുമാനം എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഔപചാരികമായ ഒരു തീരുമാനമായി ഇതിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ അധികൃതർ നമ്മെ അറിയിച്ചിട്ടില്ല. ഏതായാലും മറ്റന്നാൾക്കുള്ളിൽ സ്കൂൾ പൂട്ടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് ഇവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും കുട്ടികളുമെല്ലാം. 60-ൽ പരം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവരെല്ലാം ഈ മലാപ്പറമ്പ് ഈ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളവരാണ്.
അധ്യയന വർഷം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ സ്കൂൾ പൂട്ടിയാൽ ഈ കുട്ടികളുടെ ഭാവി എന്താകും എന്നത് സംബന്ധിച്ച ഇവരുടെ പഠന കാര്യത്തിലെ തുടർച്ച എങ്ങനെയാകും എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്ക പരിഹരിക്കാതെ ഒരു കാരണവശാലും വിധി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് PTA-യും അതുപോലെ തന്നെ സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ മിക്കവാറും സ്കൂൾ അടക്കുന്നതിന് വേണ്ടി AEO ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ അവരെ തടയുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണിപ്പോൾ ഈ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. പ്രതിഷേധത്തിൻ്റെ രൂപം എങ്ങനെ വേണമെന്നും എത്രത്തോളം വിപുലപ്പെടുത്തണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി തീരുമാനിക്കാനുള്ളത്. സോമി. PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടിയുണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ. നേതൃമാറ്റം എന്ന ആവശ്യം മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയം അപ്രായോഗികമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന മുൻ എക്സൈസ് മന്ത്രി K. ബാബുവിന്റെ നിലപാടിന് തൊട്ടുപിന്നാലെയാണ് പ്രമുഖ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന് സുധീരനെ ഉന്നം വച്ചും ചെന്നിത്തല ആഞ്ഞടിച്ചു. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അതേസമയം മദ്യനയത്തിൽ യാതൊരു അപാകതയുമില്ലെന്നും UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുമാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുധീരൻ അറിയിക്കും. നേതൃമാറ്റം എന്ന കാര്യം ചർച്ചാ വിഷയമായിട്ടില്ലെന്നും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി മുൻനിർത്തി സുധീറിനെതിരെ പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും. എന്നാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉള്ളതിനാൽ തൽക്കാലം നേതൃമാറ്റം എന്ന ആവശ്യം നടക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തിരുവനന്തപുരം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഓഹരി ഇടപാടുകളിലും ക്രമക്കേട്. ഓഹരി ഉടമകളിൽ അധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റുകാരും. സെന്റിന് 5000 രൂപ വിലയിലുള്ള ഭൂമി ഇവർ വാങ്ങിയത് 2 ലക്ഷം രൂപയ്ക്ക്. ഡയറക്ടർ ബോർഡിലുള്ള പലരും ബിനാമികളാണെന്നതിനുള്ള തെളിവുകൾ പീപ്പിളിന് ലഭിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഓഹരി ഉടമകളിലധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണെന്ന് ആക്ഷേപം ഉയരുന്നത്. 300 കോടിയോളം രൂപ മുടക്കിയാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹായകരമാകുന്ന മെഡിക്കൽ കോളേജ് പണിയുന്നതിന് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത്. ഹരിപ്പാട് സ്വന്തമായി ബാറുകളും നിരവധി കള്ളുഷാപ്പുകളുമുള്ള അബ്കാരിയുടെ പേരിലാണ് ഒരു ഓഹരി എടുത്തിരിക്കുന്നത്. ബിനാമി പേരിലാണ് BDJ സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മുൻ ദേവസ്വം ബോർഡംഗം ഓഹരി എടുത്തിരിക്കുന്നത്. കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റുകാരും ബോർഡംഗങ്ങളായുണ്ട്. സെന്റിന് 2000 മുതൽ 8000 രൂപ വിലയുള്ള നിലം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകിയാണ് ആശുപത്രി പണിയാൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിനായി 13 ഏക്കർ സ്ഥലം എടുത്തതിൽ മാത്രം 10 കോടിയോളം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ വ്യാപകമായി അഴിമതി നടത്തുന്നതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന് 26% മാത്രം ഓഹരിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് പണിയുന്നതിനായാണ് MLA രമേശ് ചെന്നിത്തല തിടുക്കം കൂട്ടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിൽ മുൻ DGP TP സെൻകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി അതൃപ്തി രേഖപ്പെടുത്തി. കേസിൽ പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതായുള്ള റിപ്പോർട്ട് അപൂർണമാണെന്നും വിശദമായ പുതിയ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് തന്നെ സമർപ്പിക്കണമെന്നും JB കോശി മുൻ DGP TP സെൻകുമാറിന് നിർദ്ദേശം നൽകി. പെരുമ്പാവൂർ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വീഴ്ചയും അന്വേഷണം ഇഴയുന്നതും സംബന്ധിച്ച നിരവധി പരാതികൾ മനുഷ്യാവകാശ കമ്മീഷനിലെത്തിയ സാഹചര്യത്തിലാണ് മുൻ DGP TP സെൻകുമാറിനോട് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉത്തരവിട്ടിരുന്നത്. അതേസമയം മുൻ DGP TP സെൻകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്ന് പറഞ്ഞ ചെയർമാൻ ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിൽ അതൃപ്തിയും രേഖപ്പെടുത്തി. ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്നാണ് വീട് സീൽ ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സീൽ ചെയ്യാൻ താമസിച്ചതിൻ്റെ കാരണം എന്താണ്, അതിന് ഉദ്യോഗസ്ഥരുടെ പേരുകൾ എന്താണ്, അത് ഞാൻ ചോദിച്ചിരുന്നു. അതിന് മറുപടിയില്ല. താൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ FIR, പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് എന്നിവയുടെ പകർപ്പുകളില്ലെന്നും JB കോശി പറഞ്ഞു.
ഇതൊക്കെ പോലീസിന്റെ വീഴ്ച വ്യക്തമാകുന്നതാണെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കോശി പറഞ്ഞു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോ റെയിൽ 2017 മാർച്ചിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. ഇതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ത്രൈമാസത്തിൽ സമർപ്പിക്കണം. നിർമ്മാണ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും. ഇ ശ്രീധരന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് KMRL DMRC സംയുക്ത യോഗം വിളിക്കാനും യോഗത്തിൽ തീരുമാനമായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 ഹെക്ടറിൽ കൂടി പച്ചക്കറി കൃഷി സർക്കാർ വ്യാപിപ്പിക്കും. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതിയിലൂടെ ജൈവ പച്ചക്കറി തോട്ടത്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചാണ് SFIയുടെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജൈവ പച്ചക്കറി തോട്ടത്തിന് തുടക്കമായത്. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴത്തൈ നട്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറി കർശന പരിശോധന നടത്തും. വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പച്ചക്കറി കൊണ്ടുവരുന്നവര് വിഷരഹിത പച്ചക്കറിയാണ് എന്ന് ഉറപ്പുവരുത്തും. വിഷമുള്ള പച്ചക്കറിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവരാനുള്ള അനുമതി ഇല്ലാതാകും. മറ്റ് നിയമ നടപടികൾ അവരുടെ മേൽ സ്വാഭാവികമായിട്ടും വരികയും ചെയ്യും. ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് 50,000 ഹെക്ടർ സ്ഥലത്ത് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണമെന്നാണ്. വാഴകൃഷിക്ക് പുറമെ പച്ചക്കറികളായ ചീര, വഴുതന, തക്കാളി എന്നീ തൈകളും കോളേജ് വിദ്യാർത്ഥികൾ നട്ടു. പച്ചക്കറി കൃഷിയുടെ വളർച്ച പരിശോധിക്കാൻ 2 മാസം കഴിയുമ്പോൾ താൻ എത്താമെന്നും മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. പരിസ്ഥിതിക്കും വികസനത്തിനും സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനായി സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ഇവ സംഭരിക്കേണ്ടതുണ്ടെന്നും പിണറായി വ്യക്തമാക്കി. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ യോഗത്തിന് ശേഷം ഈ തുടർന്ന് കൊണ്ടുവരുന്ന ഉപരോധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ള തീരുമാനം എന്താ വെച്ചാൽ, ഒന്നും കൂടി രാഷ്ട്രീയ പാർട്ടികൾ, അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങളെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനും കൂടുതൽ ആൾക്കാരെ ഞങ്ങളെ ഈ ഉപരോധ സമരത്തിൽ പങ്കെടുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന നടത്താനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് എന്തിനായാലും ഈ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഈ ഹൈക്കോടതി ഓർഡർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. പൊതുവേ വന്നിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാൽ, ഹൈക്കോടതിൻ്റെ ഈ ഉത്തരവ് നിയമാനുസൃത അല്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഈ കേരള വിദ്യാഭ്യാസ നിയമത്തിൽ മാനേജർക്ക് ഇത്തരത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നും കൂടി പറയേണ്ടിയിരുന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജറാണ് ഈ ഇവിടുത്തെ പബ്ലിക് ഡോക്യുമെൻറ്റ്സൊക്കെ തന്നെ AEOന് കൊണ്ടു കൊടുക്കുക വേണ്ടത്. അത്തരത്തിലൊരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ വളഞ്ഞ വഴിക്ക് AEOനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ AEOക്ക് ഈ ഇതിൽ യാതൊരു അതോറിറ്റിയും ഇല്ല. ഇതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ DD ആണ്. DDനോടൊന്നും പറയാതെ AEOനോട് ഇൻസ്ട്രക്ട് ചെയ്ത് തന്നെ വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ പറയുന്നത്. ഇതിന് ചെറുക്കുക തന്നെ ചെയ്യും. ഈ ഓർഡർ ശരിയായിട്ടുള്ള രീതിയിലല്ല വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളെ ധിക്കരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളെ കുറ്റം കൊണ്ടല്ല, അത് അങ്ങനെ വന്നിട്ടുള്ള വരുത്താൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് എന്തുതന്നെയായാലും ഈ ധിക്കാരമൊന്നുമല്ല പറയുന്നത്. പക്ഷേ എന്താ വെച്ചാൽ, ഈ നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പീൽ എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ പബ്ലിക്കിനെ വെച്ചിട്ട് ജനങ്ങൾ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഹൈക്കോടതി മാത്രമല്ല, ഈ ഹൈക്കോടതി ഇത്തരം ഒരു ഉത്തരവ് വരാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഗവൺമെൻറ്റിന് അഡ്രസ്സ് ചെയ്യേണ്ട വക്കീൽമാർ അവിടുന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു നിയമവിരുദ്ധമായിട്ടുള്ളൊരു ഉത്തരവ് വരില്ലല്ലോ. എങ്ങനെ KERO കേരള വിദ്യാഭ്യാസ നിയമമോ പഠിക്കാതെ വന്നിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ, സെക്ഷൻ 7(6) പ്രകാരം മാനേജർക്ക് അവകാശമുണ്ട്, നോട്ടീസ് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ
അതിൻ്റെ താഴെ ഉണ്ടല്ലോ അതെങ്ങനെയാണ് കംപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് AUൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഈ ഡോക്യുമെൻറ്റ്സ് ആ കൺസേൺഡ് മാനേജേഴ്സ് ഇവിടുത്തെ പബ്ലിക് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുകൊടുക്കണം. അത് കൊണ്ടുകൊടുത്തിട്ടില്ലെങ്കിൽ നടപടി സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ യോഗത്തിന് ശേഷമുള്ള പ്രതികരണമാണ് കേട്ടത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് സംരക്ഷണ സമിതി പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തനിക്ക് 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തതായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരന്റെ വെളിപ്പെടുത്തൽ. കേസ് പരിഗണിക്കവേ തുറന്ന കോടതിയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയ ജഡ്ജി താൻ ഈ കേസിൽ നിന്നും പിന്മാറുന്നതായും അറിയിച്ചു. കൊഫേപോസ പ്രകാരമുള്ള കരുതൽ തടങ്കലിൽ നിന്നും പ്രതികളെ ഒഴിവാക്കാനായിരുന്നു കോഴ വാഗ്ദാനം. നെടുമ്പാശ്ശേരി വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശികൾ പ്രതികളായ കേസ് പരിഗണിക്കവെയാണ് ജഡ്ജിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിലുണ്ടായത്. ജസ്റ്റിസുമാരായ KT ശങ്കരൻ, A ഹരിപ്രസാദ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത്. കോഫേപോസ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. ഇതിനിടെ താൻ പ്രസ്തുത കേസ് കേൾക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നതായി ജസ്റ്റിസ് KT ശങ്കരൻ തുറന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. പ്രതികൾ തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തുവെന്നും ജഡ്ജി ഓപ്പൺ കോടതിയിൽ വെളിപ്പെടുത്തി. പ്രതികളുടെ കരുതൽ തടങ്കൽ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപയുടെ കോഴയാണ് തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നും ജഡ്ജി പറഞ്ഞു. എന്നാൽ ബാഹ്യമായ ചില കാരണങ്ങളാൽ താൻ കേസിൽ നിന്ന് ഒഴിവാകുന്നു എന്നാണ് ജസ്റ്റിസ് KT ശങ്കരൻ ഉത്തരവിൽ രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഡ്വക്കേറ്റ് ജനറലായ അഡ്വക്കേറ്റ് CP സുധാകര പ്രസാദ് ചുമതലയേറ്റു. ഹൈക്കോടതി സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ AG KP ദണ്ഡപാണി ഉൾപ്പെടെ ഒട്ടേറെ മുതിർന്ന അഭിഭാഷകരും പ്രമുഖരും സന്നിഹിതരായിരുന്നു. കോടതിയും സർക്കാരും പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആർബിട്രേഷൻ കേസുകളിൽ സർക്കാരിന് പരമാവധി വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാർക്കും പാവങ്ങൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും നീതി ലഭ്യമാക്കാൻ താൻ പരമാവധി ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് വ്യക്തമാക്കി. ഗുജറാത്ത് കലാപത്തിനിടെയുണ്ടായ ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ജഡ്ജി PB ദേശായി അധ്യക്ഷനായ അഹമ്മദാബാദ് പ്രത്യേക കോടതിയാണ് ശിക്ഷാവിധി മാറ്റിവെച്ചത്. കൂട്ടക്കൊലക്കേസിൽ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷയായി ജീവപര്യന്തം നൽകണമെന്ന് ഹർജിക്കാർ വാദിച്ചു. ഇരകളെ ജീവനോടെ ചുട്ടുകരിച്ച് പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കോൺഗ്രസ് MP ഇൻഷാൻ ജാഫ്രി അടക്കം 69 പേരെയാണ് കൂട്ടക്കൊല ചെയ്തത്. VHP നേതാവ് അതുൽ വൈദ്യ അടക്കം 24 പേരാണ് പ്രതികൾ. റമദാൻ വ്രതം ആരംഭിച്ചു. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് വ്രതം ആരംഭിച്ചത്. മനസ്സും ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് ഒരു മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MLA മന്ത്രി കൂടിയായതോടെ തവനൂരിലെ വികസന സ്വപ്നങ്ങൾക്ക് നിറം കൂടി. എല്ലാവർക്കും വീടും തൊഴിലും എല്ലാവർക്കും കുടിവെള്ളവും തുടങ്ങി മണ്ഡലത്തിന്റെ സർവോത്മക വികസനം ഈ 5 വർഷത്തിനിടെ കാണാമെന്ന ഉറപ്പും KT ജലീൽ നൽകിക്കഴിഞ്ഞു. 2006-ൽ PK കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തി നിയമസഭയിലെത്തിയ KT ജലീൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ തവനൂരിനെയാണ് പ്രതിനിധീകരിച്ചത്. മിനി പമ്പ, പ്രതീക്ഷാഭവൻ, കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഇതിനകം തന്നെ തവനൂർ മലപ്പുറം ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. KT ജലീൽ MLA LDF മന്ത്രിസഭയിൽ അംഗം കൂടിയായതോടെ മണ്ഡലത്തിന്റെ പ്രതീക്ഷകൾ ചെറുതൊന്നുമല്ല. മന്ത്രിയായെത്തിയ KT ജലീലിന്റെ ആദ്യ വാക്കുകളാണിത്. എല്ലാവരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ, അഴിമതിരഹിതമായി സ്വജനപക്ഷപാത മുക്തമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രഭാഷകനായും നേതാവായും എഴുത്തുകാരനായും ജനപ്രതിനിധിയായും താരമായി നിന്ന തവനൂരിലെ MLA മന്ത്രിയായും തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലുള്ളവർ. KT സാലിഹ്, മലപ്പുറം.